തടങ്കൽ പാളയത്തിലെ കഥയാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ചാപ്പലിൽ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ടല്ലാതെ ഈ കഥ പറഞ്ഞു തുടങ്ങുവാൻ എനിക്ക് കഴിയില്ല. ഒരു തടവറയുടെ രൂപത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ചാപ്പൽ യൂറോപ്പിലെ വിയന്ന സിറ്റിയിലുള്ള അൾസർസ്ട്രാസെ സെയിന്റ് ആന്റണീസ് പള്ളിയിലാണ്. ഒരു സഹതടവുകാരന്റെ ജീവൻ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ ബലി കൊടുത്ത ഫാദർ മാക്സിമില്യൻ കോൾബെ എന്ന വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ചാപ്പലാണ് ഇത്. കോൾബെ രക്തസാക്ഷിത്വം വഹിച്ച യഥാർത്ഥ തടങ്കൽ പാളയത്തിലെ കഥയുടെ വേരുകൾ തേടി നാം പോകേണ്ടത് മറ്റൊരു രാജ്യത്തേക്കാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ദുരിതങ്ങൾ ഏറ്റവും കൂടുതലായി ഏറ്റുവാങ്ങേണ്ടി വന്ന യൂറോപ്യൻ രാജ്യമാണ് പോളണ്ട്. പോളണ്ടിലെ ജൂതന്മാരെ മാത്രമല്ല, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകായിരങ്ങളെ ജർമ്മൻ നാസി പട്ടാളം തടവുകാരായി പിടിച്ച് പോളണ്ടിലെ തടങ്കൽ പാളയങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നു. 1894 നെയ്ത്തുകാരനും ജർമ്മൻ വംശജനുമായ ജൂലിയസ് കോൾബയുടെയും മിഡ്വൈഫും പോളണ്ടുകാരിയുമായ മേരി ദബ്രോസ്കായുടെയും 4 മക്കളിൽ രണ്ടാമത്തെ മകനായിട്ടാണ് വിശുദ്ധ കോൾബെ ജനിക്കുന്നത്. റെയ്മോണ്ട് എന്നായിരുന്നു ബാല്യത്തിലെ പേര്. 12ാം വയസ്സിൽ ആദ്യ കുർബാന സമയത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ദർശനം റെയ്മോണ്ടിനുണ്ടായി. ഒരു വെളുത്ത കിരീടവും ഒരു ചുവന്ന കിരീടവും കാണിച്ചുകൊണ്ട് ദൈവമാതാവ് ആ ബാലനോട് ചോദിച്ചു, വിശുദ്ധിയുടെ കിരീടമാണോ രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടമാണോ നീ തിരഞ്ഞെടുക്കുന്നത്? രണ്ടും വേണമെന്നായിരുന്നു ആ ബാലന്റെ മറുപടി. ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്നതോടെ റെയ്മോണ്ട് എന്ന പേരിന് പകരം മാക്സിമില്യൻ എന്ന പേര് സ്വീകരിച്ചു. ദൈവമാതാവിനോടുള്ള അതീവ ഭക്തി മൂലം മരിയ എന്ന പേരും അതിനോട് കൂട്ടിച്ചേർന്നു. അങ്ങനെ മാക്സിമില്യൻ മരിയ കോൾബെ എന്നാണ് വിശുദ്ധന്റെ പൂർണ്ണമായ പേര്. വലിയ തോതിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് യൂറോപ്പിലും ജപ്പാനിലുമൊക്കെയായി കോൾബെ ചെയ്തുകൊണ്ടിരുന്നത്. 10 ലക്ഷത്തോളം വരിക്കാരുള്ള ഒരു ക്രൈസ്തവ മാസിക അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് കൂടാതെ ആത്മീയ പ്രഭാഷണങ്ങൾക്കായി ഒരു റേഡിയോ നിലയം തുടങ്ങുവാനും അക്കാലത്ത് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പോളണ്ടിൻ്റെ തെക്കുഭാഗത്തുള്ള ക്രാക്കൗ എന്ന ഈ സിറ്റിയിൽ നിന്നും 66 കിലോമീറ്റർ അകലെയാണ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. നാസി പട്ടാളത്താൽ തടവിലാക്കപ്പെട്ട് 1941 മെയ് മാസത്തിലാണ് ഫാദർ മാക്സിമില്യൻ കോൾബെയും സഹവൈദികരും ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിപ്പെടുന്നത്. 1940-നും 45-നും ഇടയ്ക്കുള്ള കാലയളവിൽ ഔഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ കൊടിയ പീഡനങ്ങളേറ്റ് ജീവൻ വെടിഞ്ഞത് 11 ലക്ഷത്തോളം പേരാണ്. കൂട്ടക്കൊലയെ സൂചിപ്പിക്കുന്ന ഹോളോകോസ്റ്റ് എന്ന പദത്തിന് ഭയാനകവും അതിനീചവുമായ അർത്ഥതലങ്ങൾ കൈവരുന്നത് 2ാം ലോക മഹായുദ്ധത്തോടു കൂടിയാണെന്ന് പറയാം. നിരനിരയായി നിർത്തപ്പെട്ട് ഭിത്തിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പിൻകഴുത്തിൽ വെടിയേറ്റ് പിടഞ്ഞു വീണവരുടെ ഓർമ്മയ്ക്കായി കത്തിച്ചു വെക്കുന്ന മെഴുകുതിരികൾ. ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുത്ത ഈ കഴുമരത്തിൽ തന്നെയാണ് ലോകമഹായുദ്ധത്തിന് ശേഷം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ക്രൂരനായ മേലധികാരിയെ
വിചാരണ ചെയ്ത് ശിക്ഷിച്ചത്. വിഷവാതകം ശ്വസിച്ച് മരണമടഞ്ഞ പതിനായിരങ്ങളുടെ ശ്വാസം മുട്ടിക്കുന്ന കഥകൾ ഗ്യാസ് ചേമ്പറുകളുടെ ഈ ഭിത്തികൾക്കും പറയാനുണ്ടാകും. ജീവനോടെ തന്നെ ട്രോളികളിൽ കിടത്തപ്പെട്ട് തീച്ചുളകളിൽ വെന്തുരുകി ചാരമാക്കപ്പെടുന്ന ശരീരങ്ങൾ. ഭീതിയുടെ ഒടുങ്ങാത്ത യാതനകളോട് കരളെ ലയിപ്പിക്കുന്ന നൊമ്പരങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇവയെല്ലാം. സങ്കടക്കുന്നിലെ ഈ ഓരോ അവശേഷിപ്പുകൾക്കും ഓരോരോ കഥകൾ പറയുവാനുണ്ടാകും. തടവുപുള്ളികളിൽ ഒരാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഒരാൾ തടവ് ചാടിയാൽ പകരം 10 പേർ വധിക്കപ്പെടുന്നു. വധശിക്ഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഒരാൾ തന്റെ മക്കളെ കുറിച്ചോർത്ത് വാവിട്ട് കരഞ്ഞു. ഗയോണിഷേക്ക് എന്നായിരുന്നു അയാളുടെ പേര്. ഗയോണിഷേക്കിന് പകരം താൻ മരിച്ചുകൊള്ളാമെന്ന് ഫാദർ കോൾബെ ജയിൽ അധികാരിയോട് പറഞ്ഞു. മറ്റൊരാൾക്ക് പകരം മരിക്കാൻ നീ ആര് എന്ന അധികാരിയുടെ ചോദ്യത്തിന് താനൊരു കത്തോലിക്ക പുരോഹിതനാണ് എന്നായിരുന്നു കോൾബെയുടെ മറുപടി. ഗയോണിഷേക്കിന് പകരം ഫാദർ കോൾബെ പട്ടിണി മുറിയിൽ അടയ്ക്കപ്പെട്ടു. ദിവസങ്ങൾ കഴിയവേ ഓരോരുത്തരായി തടവറയിൽ മരിച്ചു വീണു. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഫാദർ കോൾബെയെ വിഷം കുത്തിവെച്ച് കൊല്ലാൻ കൽപ്പനയുണ്ടായി. ഫിനോൾ അഥവാ കാർബോളിക് ആസിഡ് എന്ന മാരക വിഷം കുത്തിവെക്കപ്പെട്ടു. ഫാദർ കോൾബെ 1941 ഓഗസ്റ്റ് 14 രക്തസാക്ഷി. സഹതടവുകാരോടൊപ്പം ഫാദർ കോൾബെയുടെ ശരീരവും ചൂളയിൽ കത്തിച്ച് ഭസ്മമാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് 47 വയസ്സായിരുന്നു പ്രായം. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ 11ാം ബ്ലോക്ക്. ഫാദർ കോൾബെ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച 11ാം ബ്ലോക്കിലെ ഈ പട്ടിണി മുറിയിൽ പിന്നീട് സ്ഥാപിക്കപ്പെട്ട മെഴുകുതിരികളോടൊപ്പം മനസ്സ് സമർപ്പിച്ച് ഒരു നിമിഷം. ലോകമഹായുദ്ധത്തിന് ശേഷം മ്യൂസിയമാക്കി മാറ്റിയ ഔഷ്വിറ്റ്സ് 1 എന്ന ക്യാമ്പിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെയാണ് ബിർക്കനൗ അഥവാ ഔഷ്വിറ്റ്സ് 2 എന്ന ഈ ക്യാമ്പ്. ജൂതന്മാരെയും മറ്റ് തടവുകാരെയും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തടവുകാരാക്കി ട്രെയിനുകളിൽ കൊണ്ടുവന്നിറക്കിയിരുന്നത് ഈ സ്ഥലത്താണ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ പ്രവേശന കവാടത്തിലേക്ക് ട്രെയിനുകൾ പ്രവേശിക്കുമ്പോൾ ട്രെയിനുകളുടെ അകത്തു നിന്ന് വലിയ തോതിലുള്ള കൂട്ടനിലവിളി ഉയരുമായിരുന്നു. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ലോക മനസാക്ഷിക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ റെയിൽപാളങ്ങൾ. ആയിരത്തി 1945 ജനുവരി 27 ഈ തടങ്കൽ പാളയത്തിന്റെ മോചനത്തിനായി സോവിയറ്റ് യൂണിയന്റെ സൈനികർ എത്തിച്ചേർന്നപ്പോൾ അവശേഷിച്ചിരുന്ന 7600 തടവുകാരും സൈനികരും ചേർന്ന് ഗ്യാസ് ചേമ്പറുകൾ ഇടിച്ചു തകർത്തു. ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന് മോചനം ലഭിച്ചതിന്റെ 75ാം വാർഷികമായ 2020 ഈ ദുരന്ത ശേഷിപ്പുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ
ഈ ദുരന്ത ഭൂമിക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നതായി കാണപ്പെടുന്നില്ല. കിളികളുടെ നാദം കേൾക്കുന്നില്ല. ശലഭങ്ങളോ തുമ്പികളോ തെന്നിപ്പറക്കുന്നില്ല. 2020 സെപ്റ്റംബർ മാസത്തിൽ ഈ സന്ധ്യാസമയത്ത് ഇവിടെ മറ്റാരുമില്ല. നൊമ്പരപ്പൂക്കളുമായി ഞാനും സങ്കടക്കാറ്റായി എന്നെ തഴുകുന്ന ആത്മാക്കളുടെ തേങ്ങലുകളും മാത്രം. 1971 ഒക്ടോബർ 17 ഫാദർ മാക്സിമിലിയൻ കോൾബെയെ വാഴ്ത്തപ്പെട്ടവനായി പോളാറാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ആ ചടങ്ങിന്റെ ഭാഗമാകാൻ ഭക്തിപുരസരം ഗയോണി ഷേഖ് എന്ന ആ പഴയ സഹതടവുകാരനും സന്നിഹിതനായിരുന്നു. ഔഷ്വിറ്റ്സ് തടങ്കൽപ്പാളയം ഉൾപ്പെടുന്ന ക്രാക്കൗ രൂപതയുടെ മെത്രാപ്പോലിത്തയായിരുന്ന കർദിനാൾ വോയ്റ്റിലായും ആ ചടങ്ങിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തീർന്ന അദ്ദേഹമാണ് 1982 ഒക്ടോബർ 10 കോൾബേക്ക് വിശുദ്ധ പദവി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ഈ ചടങ്ങിലും ഗയോണി ഷേഖിന് സംബന്ധിക്കുവാൻ കഴിഞ്ഞു. തടങ്കൽപ്പാളയത്തിൽ വെച്ച് മരണത്തിന്റെ വക്കിൽ നിന്നും ജീവൻ രക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 40. തുടർന്ന് ദൈവഭക്തിയിൽ അധിഷ്ഠിതമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. 93-ാം വയസ്സിലാണ് ഗയോണി ഷേഖ് അന്തരിച്ചത്. വിശുദ്ധ കോൾബേയുടെ ത്യാഗോജ്വലമായ ജീവിതവും രക്തസാക്ഷിത്വവും ഈ ലോകത്തിന് വിശുദ്ധിയുടെ പ്രകാശം നൽകട്ടെ. തടങ്കൽ പാളയത്തിലെ കഥയുമായി പോളണ്ടിലെ ക്രാക്കൗ സിറ്റിയിൽ നിന്നും ജാക്സൺ പുല്ലേൽ.